പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ലോക ബാങ്കിന് മുമ്പിൽ പോയി തെണ്ടി കൈനീട്ടി വാങ്ങിച്ചത് ഏകദേശം 10,000 കോടി രൂപയ്ക്ക് അടുത്താണ്. ഇപ്പോൾ പാകിസ്ഥാൻ ആ തുകയ്ക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ എന്തിനാണ് നിങ്ങൾക്ക് ഈ തുക എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് വലിയ ദുരന്തം നടക്കുന്നു, ഇന്ത്യ കയറി അടിക്കുന്നു, ഞങ്ങളുടെ പല സ്ഥലങ്ങളും തകർന്ന് തരിപ്പണമായി, ഞങ്ങൾക്ക് അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം, റീഗെയിൻ ചെയ്യണം, റീകൺസ്ട്രക്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ തുക മേടിച്ചത്. എന്നാൽ ഇപ്പോൾ ആ തുക കൊണ്ട് പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അതായത് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പരിക്കേറ്റ തീവ്രവാദികൾക്ക് ആ ഫണ്ടിൽ നിന്നും ദുരിതാശ്വാസം എടുത്തു കൊടുക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പരിക്കേറ്റ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായിട്ടുള്ള തീവ്രവാദി മസൂദ് അസറിന് 14 കോടി രൂപയാണ് പാകിസ്ഥാൻ അതിൽ നിന്നും കൊടുത്തിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മസൂദ് അസറിന്റെ പെങ്ങളുടെ ഭർത്താവ്, മറ്റൊരു അനന്തരവൻ, അവരുടെ ഭാര്യ എന്നിങ്ങനെയുള്ള സകല ആൾക്കാരെ, മസൂദ് അസറിന്റെ ഒരു കൂട്ടാളി, 4 പങ്കാളികൾ എന്നിങ്ങനെയുള്ള മസൂദ് അസറിന്റെ കുടുംബത്തെ തന്നെ തുടച്ചു നീക്കുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അവസാനം മസൂദ് അസർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഞാനും കൂടെ മരിക്കാനുള്ളതായിരുന്നു ഇതിൽ എന്ന്. ആ മസൂദ് അസറിന് ഈ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് 14 കോടി രൂപയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നാളെ പാകിസ്ഥാൻ ഈ വാർത്തകൾ നിഷേധിച്ചിരിക്കാം. കാരണം പറഞ്ഞത് മാറ്റി പറയാൻ ഈ പാകിസ്ഥാൻ യാതൊരുവിധ മടിയുമില്ല. വെടി നിർത്തുന്നു എന്ന് പറയുന്നു, അതിനുശേഷം വെടി നിർത്തൽ ലംഘനം നടത്തുന്നു. പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് ഞങ്ങൾ തീവ്രവാദികളെ വളർത്തുന്നു എന്ന് പറയുന്നു, വിവാദമാകുമ്പോൾ അത് മാറ്റി പറയുന്നു. എന്തു തന്നെയായിരുന്നാലും ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള നിരീക്ഷകരെ അമ്പരിപ്പിച്ച ഒരു നീക്കമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ സർക്കാർ 14 കോടി രൂപയാണ് നഷ്ടപരിഹാരം നൽകാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലുടനീളമുള്ള ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചതിനു ശേഷം ഐക്യരാഷ്ട്രസഭ നിയുക്ത ഭീകരനും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനുമായിട്ടുള്ള മസൂദ് അസറിനാണ് പാകിസ്ഥാൻ ഇത് കൊടുക്കാനായി പോകുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പത്രക്കുറിപ്പ് പ്രകാരം തെക്കൻ പഞ്ചാബിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള ഇന്ത്യൻ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 1 കോടി രൂപ നൽകുമെന്നുള്ള വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട 14 പേരിൽ അസറിന്റെ മൂത്ത സഹോദരി, ഭർത്താവും, ഒരു അനന്തരവനും, ഭാര്യയും, ഒരു അനന്തരവതിയും, അയാളുടെ കുടുംബത്തിലെ 5 കുട്ടികളും ഉൾപ്പെടുന്നു. അസർ ജീവിച്ചിരിക്കുന്ന ഏക നിയമപരമായിട്ടുള്ള അവകാശിയായി ഉയർന്നു വന്നാൽ പാകിസ്ഥാൻ നികുതിദായകർ ധനസഹായം നൽകിയ 17 കോടി രൂപ നഷ്ടപരിഹാര പാക്കേജുമായി അയാൾക്ക് ബാങ്കിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത. എന്തായാലും 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പഠാൻകോട്ട് ആക്രമണം എന്നിവയ്ക്ക് നേതൃത്വം നൽകുകയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കാലമായി അഭയം നൽകുകയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന കൊടും ഭീകരനാണ് ഈ മസൂദ് അസർ എന്ന് പറയുന്നത്. സർക്കാരിന്റെ ഔദാര്യം കാരണം താമസിയാതെ ഒരു മൾട്ടി മില്യണിയർ ആകാൻ ഇയാൾ സാധ്യതയുണ്ട് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ പാകിസ്ഥാന്റെ പ്രഹസനം അവിടെയും അവസാനിക്കുന്നില്ല. പ്രധാനമന്ത്രി ഷെരീഫിന്റെ പാക്കേജിൽ പണം മാത്രമല്ല, വ്യോമാക്രമണത്തിൽ തകർന്ന ഘടനകൾ പുനർനിർമ്മിക്കാനുള്ള വാഗ്ദാനവും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സിവിലിയൻ മേഖലയെ ഒഴിവാക്കി ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണങ്ങളായിരുന്നു ഇവ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.